നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. 2025 പ്രധാന രാഷ്ട്രീയ സംഭവങ്ങളിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ ആഴ്ച. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. NSS ആസ്ഥാനവുമായുള്ള ഹോട്ട്ലൈൻ ബന്ധം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പുനഃസ്ഥാപിച്ചതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലുണ്ടായ 2025 ആദ്യ ചലനം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പരിഗണനയിൽ NSS പിന്തുണ ആർക്കാണെന്ന കാര്യത്തിൽ ഇനി സംശയം അവശേഷിക്കുന്നില്ല. ഇരുഹൃദയങ്ങളിലൊന്നായി വീശി നവ്യസുഗന്ധങ്ങൾ ഇഷ്ടവസന്തതടങ്ങളിൽ എത്തി ഇണയരയന്നങ്ങൾ. രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിന്റെ സ്വന്തത്തിലാണ്. NSSന്റെ ഒരു പുത്രനാണ്. ഈ പുറത്ത് പ്രസംഗിക്കുമ്പോഴും പാർട്ടി യോഗങ്ങളിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞ ഈ മണ്ണുമായി എൻ്റെ ബന്ധം, ഈ മണ്ണുമായി അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ആ ബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയാത്തതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു. ഇനി പറയണം സർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ല. പോലീസ് വിമർശകനായി തുടങ്ങി പിന്നീട് സർക്കാർ വിമർശകനായി മാറിയ നിലമ്പൂരിലെ ഇടത് സ്വതന്ത്രൻ PV അൻവർ MLA സ്ഥാനം രാജിവെച്ച് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കി. ഇപ്പോഴിതാ UDFൽ അസോസിയേറ്റ് അംഗത്വവും ലഭിച്ചിരിക്കുന്നു. നിങ്ങൾ പാർട്ടിയുടെ ദൗത്യം ഏറ്റെടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പോയി രാജിവെക്കുക. ഞാനിവിടെ എന്ത് ചെയ്യാൻ? നീ ഇവിടെ ഞാറ് നടും, ബംഗാളികൾക്ക് കൊടുക്കുന്ന കൂലി നിനക്കും കിട്ടും. കേരളത്തിൽ കളം പിടിക്കാൻ നോക്കുന്ന BJPയെ നയിക്കാൻ ഒരു ഹൈടെക് അധ്യക്ഷനെ കേന്ദ്ര നേതൃത്വം നിയോഗിച്ചതാണ് BJP രാഷ്ട്രീയത്തിലെ പോയ വർഷത്തിലെ പ്രധാന സംഭവം. അച്ഛാ, സർവ്വ പണി അറിയുന്ന ഒരുത്തനെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്, നിയമിച്ചോട്ടെ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? കേരള BJPയെ ഇനി രാജീവ് ചന്ദ്രശേഖർ നയിക്കും. നിനക്കിന്തു മുതൽ പുറംപടി. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലവി. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലവി. പിന്നെ മലയാളം അറിയാൻ പാടില്ലാത്തത് കൊണ്ടുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹം ഇന്നലെ നടത്തി. ഞാനത് ഇഗ്നോർ ചെയ്തു. പിന്നെ നമ്മുടെ ഹൈക്കമാൻഡിലുള്ളമാരൊക്കെ ഹിന്ദി മലയാളമൊക്കെ പഠിച്ചിട്ടില്ലേ നേതാവായത്? കളഞ്ഞിട്ട് പോടാ. അത് മനസ്സിലായിട്ടില്ല. വ്യോമസേന പട്ടാളക്കാരൻ എയർ കമാൻഡർ MK ചന്ദ്രശേഖരന്റെ മകനാണ്. അപ്പൊ എനിക്ക് മുണ്ട് കൊടുക്കാനും അറിയും, വേണമെങ്കിൽ മുണ്ട് കുത്തി വെക്കാനും അറിയും. ഈ ഡയലോഗ് എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, ആവശ്യം വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. മലയാളം സംസാരിക്കാനും അറിയും, മലയാളത്തിൽ തെറി പറയാനും അറിയും. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ നല്ല രണ്ട് തെറി പറയാനും അറിയാം. മധുരയിൽ നടന്ന CPM പാർട്ടി കോൺഗ്രസിൽ MA ബേബി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ EMSന് ശേഷം കേരളത്തിൽ നിന്നുള്ള മറ്റൊരു പാർട്ടി ജനറൽ സെക്രട്ടറിയായി MA ബേബി മാറി. ഇന്ന് വൈഗൈ നദി ചെങ്കടലായിരിക്കരുത്. ഈ നേരത്തില് ഒരു വലിയ പ്രസംഗം ചെയ്യ ആവശ്യമില്ലേ? ഇതും തമിഴ് താൻ. എനിക്ക് ഒന്നുമേ പുരിയலையே. உங்களுக்குள்ள என்ன தகராறு? In America, Trump has come. എല്ലാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി രക്ഷയില്ല. നമ്മൾ അവസാനം അടുത്തു. പുറത്തൊരു CID വന്നിട്ടുണ്ട്. ചോദിച്ചാൽ ഞങ്ങൾ ആരും ഇല്ലെന്ന് പറഞ്ഞേക്കണം. കൊണ്ടുപോകും. KPCCയുടെ തലപ്പത്തും അഴിച്ചുപണി നടന്നു. 2025 K. സുധാകരന് പകരം സുധാകരൻ നിർദ്ദേശിച്ച സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായി. സണ്ണി ഡേയ്സ് പിറന്നു കോൺഗ്രസ്. ഹലോ, ഐ വാണ്ട് ഡോക്ടർ സണ്ണി ഹിയർ. ഇവിടെ ആകെ പ്രശ്നമാണ്. ന്യൂ സണ്ണി ടീം ഈസ് അറൈവ്ഡ്. സണ്ണി ഇനി കോൺഗ്രസിന് വരാൻ പോകുന്നത് സണ്ണി ഡേയ്സ് ആണ്. അനുഗ്രഹിച്ചാൽ നന്നായി വരും. ഞാനും എന്റെ കുടുംബവും. നിലമ്പൂരിൽ ആര്യാടൻ മുഹമ്മദിന്റെ പിൻഗാമിയായി മാറാൻ മകൻ ആര്യാടൻ ഷൗക്കത്തിന് കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിലൂടെ. MLA സ്ഥാനം രാജിവെച്ച PV അൻവറിനോടായിരുന്നല്ലോ 2016 ആദ്യ അവസരത്തിൽ പരാജയപ്പെട്ടത്.
ആര്യാടൻ ഷൗക്കത്തിന്റെ തേരോട്ടത്തിൽ നിലമ്പൂർ മണ്ഡലം UDFന്റെ കൈപ്പിടിയിൽ. പൊട്ടിപ്പാറണ തേരാണേ ആഘോഷത്തേരാണേ ആരാടണ ധാരാണേ ആകാശ കൂടാണേ. നിലമ്പൂരിലെ ജനതയോട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഞാൻ ഹൃദയംഗമമായ നന്ദി പറയുന്നു. ഇനിയും പിണറായി വിജയൻ രാജിവെച്ചൊഴിയുകയാണ് വേണ്ടത്. എന്നാലും തോൽവി തന്നെയാണ്. അവർ അടിച്ചെടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോ നമ്മൾ എറിഞ്ഞു കൊടുത്ത പോലെ. ഒരു ഫോൺ സംഭാഷണം ലീക്കായത് വഴി കോൺഗ്രസിലെ ഒരു DCC പ്രസിഡന്റിന്റെ സ്ഥാനം തെറിച്ചു. തിരുവനന്തപുരം DCC പ്രസിഡന്റായിരുന്ന പാലോട് രവിക്കാണ് ഫോൺ സംഭാഷണം കുരുക്കായത്. 100 സീറ്റുകളുമായി UDF അധികാരത്തിൽ. അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് 100-ലധികം സീറ്റാക്കും. കോൺഗ്രസിനെ വെട്ടിലാക്കി പാലോട് രവിയുടെ ശബ്ദരേഖ. LDFന് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് DCC അധ്യക്ഷൻ. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന് അവൻ കാശ് കൊടുത്ത ആളുകളെ വോട്ട് വാങ്ങിച്ച് ഈ പാർലമെന്റ് ഇലക്ഷനിൽ വോട്ട് പിടിച്ചതുപോലെ അവൻ 40,000 50,000 വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3-ാം സ്ഥാനത്ത് ഉച്ചുകുത്തി. തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. മാനവും മര്യാദയായിട്ട് ജീവിക്കുക. വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം. എന്റെ ജോലി ഇല്ലാതാക്കരുത്. അല്ലേ ഞാൻ പറയുന്നത് നീ ഒരു പുല്ലും പറയണ്ട. മെസ്സിയും അർജന്റീന ടീമും കേരളത്തിൽ എത്തുമോ ഇല്ലയോ എന്ന ആകാംക്ഷയായിരുന്നു കായിക രംഗത്ത് ഏറെ കേട്ടത്. മെസ്സി കൊൽക്കത്തയിൽ വന്നെങ്കിലും കേരളത്തിൽ എത്തിയില്ല. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. മോഹൻലാൽ ശരിക്കും വരുമോ ചേട്ടാ? മോഹൻലാൽ വരുമോ? ഞാൻ പിന്നെ കള്ളം പറയൂ? മെസ്സി കേരളത്തിൽ വരുമോ ഇല്ലയോ സർക്കാരിന് ഉറപ്പില്ല. നിങ്ങളിൽ പലരും മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പറഞ്ഞു പറ്റിച്ചായിട്ട് നല്ലൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ മോഹൻലാൽ വരില്ലേ? നിലവിലുള്ള തീരുമാനപ്രകാരം നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് തന്നെ അർജന്റീനയും മെസ്സിയും കേരളത്തിൽ കളിക്കും. മെസ്സിയെയും നീലപ്പടയെയും കാത്തിരുന്നത് വെറുതെ. മെസ്സി വരില്ലെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. ഇത് നോക്കിയിരിക്കുക. മെസ്സി ചതിച്ചാശനെ എന്ത് ചെയ്യാൻ പറ്റും? ഏത് മെസ്സി? ഈ ഫുട്ബോളൊക്കെ കളിക്കുന്ന മെസ്സി. അർജന്റീന ടീം വരണോ വരണ്ടോ തീരുമാനിക്കേണ്ടത് അവരാണ്. പക്ഷെ പണം മേടിച്ചു കഴിഞ്ഞാൽ വരാതിരുന്നാൽ അത് ചീറ്റിംഗ് ആണ്. ഫുട്ബോൾ മത്സരത്തിന് പോയിരിക്കുക. എവിടെ? അർജന്റീനയിലെ. അർജന്റീനയിലോ? അർജന്റീനയിലെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഗോപിയേട്ടൻ പറഞ്ഞത്. ഇത് വിജയിച്ചാൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിന് മാത്രമല്ല അർജന്റീന ടീമിനും കൂടി ആയിരുന്നു. ഞാനൊരു സ്വപ്നം കണ്ട് മെസ്സി ഞാൻ ഫുട്ബോൾ കളിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതും അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയതും കോൺഗ്രസിന് അപ്രതീക്ഷിത പ്രതിസന്ധി ഉണ്ടാക്കി. ബലാത്സംഗ പരാതിയെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയാണ് കോൺഗ്രസ് അത് മറികടന്നത്. അവൻ ശ്രീകുമാറല്ല, സ്ത്രീകുമാർ. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അയാള് ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല. എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? എന്നിട്ടും പേര് പറയാൻ ധൈര്യമില്ല. എന്തിനാ ഭയപ്പെടേണ്ട ആവശ്യം എന്താ? Who cares എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഡയലോഗ്. Who cares എന്ന് തന്നെയാണ്. അത് തന്നെയാണ് who cares. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകി യുവതി ഡിജിറ്റൽ തെളിവുകളും 3 പേജ് പരാതിയും കൈമാറിയത് മുഖ്യമന്ത്രിക്ക് നേരിട്ട്. എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെടാൻ നോക്ക്. എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. ഞാൻ എങ്ങോട്ട് പോകാനാ പാപ്പേട്ട? ഇവിടെ ഇങ്ങനെ അപകടാ. ഒന്നുകിൽ എങ്ങോട്ടെങ്കിലും പോവുക, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും നുളിക്കുക. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പേരിൽ കേസ് ഉണ്ടായിട്ടുണ്ട്. അത് അന്വേഷണം നടക്കട്ടെ. ഒളിവിലായ അളിയനിന്ന് പിടിയിലാകുമോ? പരോൾ സാധ്യമാകുമോ? ആഫീസും പൂട്ടി പോയില്ലേ?
MLA കണ്ടവരുണ്ടോ? ഒളിവിൽ നേതാവ്, രാജ്യസേവന ഒളിവിൽ. പോലീസ് എത്തുന്നതിന് തൊട്ടു മുൻപ് MLA കർണാടകത്തിലേക്ക് കടന്നു. പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച സർക്കാർ വിലാസം അയ്യപ്പ സംഗമവും സംഘപരിവാർ സംഘടനകളുടെ ബദൽ വിശ്വാസി സംഗമവും യുവതീ പ്രവേശന വിഷയം വീണ്ടും ചർച്ചയാക്കി. സാമുദായിക സംഘടനകൾ പങ്കെടുത്തത് നേട്ടമായെങ്കിലും വിവാദം സർക്കാരിന് ഗുണകരമായില്ല. ചേച്ചി വിജയേട്ടൻ വന്നു. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ 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 അയ്യപ്പോ. സ്വാമിയേ ശരണമയ്യപ്പ. ഇന്ന് അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു കപട ഭക്തന്റെ രീതിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിച്ചത്. യഥാർത്ഥ ഭക്തരെ തിരിച്ചറിയാൻ വിഷമമില്ല. വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ. ഭക്തന്റെ ലക്ഷണങ്ങൾ അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ്. ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല കഴിഞ്ഞ ആഴ്ച റിലീസായുള്ളൂ. കല്ലും മുള്ളും കാലിക്കുമെത്ത സ്വാമിയേ 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 അയ്യപ്പോ എന്ന ശരണം വിളിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18-ാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്. എന്തും മതിയമായ കുഴപ്പം തന്നെയാ. എങ്കിൽ നിങ്ങളുടെയൊക്കെ ഭക്തി വെറും കാപട്യാണ്. ഒരു നാൾ ദൈവം അത് തിരിച്ചറിയും. നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷയും കിട്ടും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡും സർക്കാരും CPM-ഉം പ്രതിരോധത്തിലായി. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അറസ്റ്റ് CPM-നെ പ്രതിസന്ധിയിലാക്കി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലടക്കം വിഷയം പ്രതിഫലിച്ചു. ശബരിമലയുടെ സ്വർണം കവർച്ച ചെയ്തു. അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായി നടപടിയെടുക്കണം. ഞങ്ങൾക്കതിൽ ഒന്നും ഒളിക്കാനുമില്ല, ഒന്നും മറയ്ക്കാനുമില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി കപട ഭക്തന്മാരുടെ കയ്യിൽ ദേവസ്വം ബോർഡ് ഉള്ളതിൻ്റെ ഒരു ദുരന്തമാണ് അയ്യപ്പന് പോലും അനുഭവിക്കേണ്ടി വന്നു. എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. 2019 മുതലുള്ള 2 ദേവസ്വം മന്ത്രിമാർ ഇതിൽ മറുപടി ഉത്തരവാദികളാണ്. മറുപടി പറയണം. 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ ഉള്ളത് ചൊല്ലാൻ മടിയന്തേ ഉണ്ണി കൃഷ്ണ സൂത്രത്തിൽ വെണ്ണ കവർന്നിട്ടറിയാ ഭാവം കാട്ടേണ്ട. ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? എന്റെ പക്ഷം, എന്റെ ഭാഗം ശരിയോ തെറ്റൊന്ന് കോടതി തീരുമാനിക്കും. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം. കള്ള ലക്ഷണമുണ്ട്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും. എല്ലാം വെളിയിൽ വരണം. ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണം ഒന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. കുഞ്ഞിരാമ ശരിക്കും നോക്ക്, നിനക്ക് മനസ്സിലായോ? അവിടെ നിന്ന് കലങ്ങി തെളിയാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ. എന്തിലാ? ഈ മുടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാർ അറസ്റ്റിൽ. ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. ഈ കടകംപള്ളി സുരേന്ദ്രന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഞങ്ങൾ അതിന്റെ തെളിവുകൾ ഹാജരാക്കാം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. കടകംപള്ളി മാത്രം പോരാ, വാസവനിലേക്ക് എത്തണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. നീയും കൊടുക്കും. PM ശ്രീ വിഷയത്തിലെ CPM-CPI തർക്കം ഭരണ പ്രതിസന്ധി സൃഷ്ടിച്ചു. രാഷ്ട്രീയ വിവാദവും കേന്ദ്രവുമായുള്ള കരാറിൽ നിന്ന് പിൻവാങ്ങി സർക്കാർ പ്രശ്നത്തിൽ നിന്ന് തലയൂരി. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് RDPക്ക് വലിയ ക്ഷീണമായി പോയി. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. ആരോടും ആലോചിക്കാതെ LDF ഗവൺമെന്റിന് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് CPIക്ക് അറിയില്ല. ഏകപക്ഷീയമായി ഒപ്പിട്ട് TV ന്യൂസിൽ കൂടി മാധ്യമങ്ങളിലെ വാർത്തയിൽ കൂടിയാണ് CPIയും മന്ത്രിമാരും നേതൃത്വം അറിയുന്നത്. ഇത് ഒപ്പുവെച്ചു വന്നു. അതിനേക്കാൾ വലിയ നാണക്കേട് ഒരു പാർട്ടിക്ക് ഉണ്ടാകണം. അങ്ങനെ CPI ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി. സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ മറികടക്കുവാനുള്ള തന്ത്രപരമായ ഒരു തീരുമാനമാണിത്. മന്ത്രം കൊണ്ട് നേടാനാവാത്തത്
തന്ത്രം കൊണ്ട് നേടണം. അതും പറ്റിയില്ലെങ്കിൽ കുതന്ത്രം. ആ ഉടമ്പടി എന്താണ്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, ഇതെല്ലാം അറിയാൻ അവകാശമുണ്ട്. തന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളില്ലേ? ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം ഇന്നലെ അറിയിക്കും. ഒട്ടേറെ വിവാദങ്ങളും ആശങ്കകളുമൊക്കെ ഉയർന്നു വന്ന സാഹചര്യം കണക്കിലെടുത്ത് നടപ്പാക്കുന്നത് സംബന്ധിച്ച് റിവ്യൂ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. PMCയിലെ കരാർ റദ്ദാക്കാൻ കേന്ദ്രത്തിന് കേരളത്തിന്റെ കത്ത്. ദേശീയ തലത്തിൽ വോട്ട് ചോരി ആരോപണം ഉയർത്തവേ രാഹുൽ ഗാന്ധി ഉദാഹരിച്ചത് തൃശൂരിലെ BJP നേതാവ് B. ഗോപാലകൃഷ്ണന്റെ വാക്കുകളും. B. ഗോപാലകൃഷ്ണൻ ദേശീയ തലത്തിൽ വൈറലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എനിക്ക് ബാത് സുനിയെ. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. അയ്യോ, ഇത് ഗോപാലകൃഷ്ണൻ അല്ലേ? നമ്മുടെ ഗോപാലകൃഷ്ണൻ. ഈ ഗോപാലകൃഷ്ണൻ ദേശീയ ശ്രദ്ധ ആകർഷിച്ചില്ലേ? നാഷണൽ മീഡിയ ഒക്കെ വന്നില്ലേ? രാഹുൽ ഗാന്ധിയോട് സഹതാപം മാത്രമേ ഉള്ളൂ, പറഞ്ഞില്ല. രാഹുൽ ഗാന്ധിക്ക് ഗോപാലകൃഷ്ണൻ ചായ വെച്ചു കൊടുക്കണ്ടാണ് ശരിക്കും. ഒറ്റ സീനേ ഉള്ളെങ്കിൽ എന്താ, ചെറുക്കൻ കീടക്ക് തിമിർത്ത് കാലക്ക്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടിയും UDFന് മുന്നേറ്റവും. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചുവെങ്കിലും വോട്ടു നിലയിൽ സംസ്ഥാനത്താകെ BJPയും പിന്നോട്ടുപോയി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തരംഗം. ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ നൽകിയ ഇന്ധനമായി, ജനങ്ങൾ നൽകിയ ഊർജമായി വിനയത്തോടെ ഞങ്ങൾ ഇതിനെ കാണുന്നു. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? തുടർഭരണത്തിന്റെ അഹങ്കാരവും ജനങ്ങൾക്ക് ഒട്ടും ബോധിച്ചില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. പല തെരഞ്ഞെടുപ്പുകളായി 11 തവണ തോറ്റ ശേഷം എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റായി. പക്ഷേ അതിത്ര നാറിയ പരാജയമല്ലായിരുന്നു. പരസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടും രഹസ്യമായി നീക്കുപോക്കുണ്ടായിക്കൊണ്ടുമാണ് UDF മത്സരിച്ചിട്ടുള്ളത്. ഇപ്പൊ ക്ലിയർ ആയി. അല്ല ഡൗട്ട് അടിച്ച് പണ്ടടങ്ങി പോയനെ. സർക്കാരിനെ വിലയിരുത്തലാണെങ്കിൽ സർക്കാരിന് തുടരാൻ യോഗ്യതയില്ല എന്ന ജനപ്രഖ്യാപനമാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജനവിധിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുന്ന ഫലമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കല്ലും മുള്ളും കാലിക്കുമെത്ത. അത് ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ദൈവമുണ്ട്. ഒരു പാരഡി പാട്ട് തെരഞ്ഞെടുപ്പിൽ അടക്കം ഹിറ്റായി. ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് പാട്ടിലെ വിഷയം. പാട്ടിൽ കേസെടുത്തെങ്കിലും വിമർശനത്തെ തുടർന്ന് സർക്കാർ U-ടേൺ അടിച്ചു. സ്വർണം കട്ടവൻ ആരപ്പ, വയലാർ എഴുതുപോലെ വിശ്വാസത്തെ ഹനിക്കുന്ന നിലയിലാണ് ഈ പാരഡി വന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ UDF തുറപ്പിച്ചിട്ടായിരുന്ന ശബരിമല വിഷയത്തിലെ പാരഡി ഗാനത്തിൽ കേസ്. വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയോ വ്യക്തികളെ വ്യക്തിഹത്യ ചെയ്യുകയൊക്കെ ചെയ്യുന്ന പാട്ട് ഒഴിവാക്കുന്നതായിരിക്കും ഒരു മതസൗഹാർദ്ദത്തിനും സാഹോദര്യത്തിനും ഉതകുന്നത്. ഇതിന് കേസെടുത്തത് സാംസ്കാരിക കേരളത്തിന്റെ മുമ്പിൽ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തലകുനിച്ച് നിൽക്കണം. ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണ് അയ്യപ്പ. OTA KTA എന്ന പാരഡി പാട്ടിൽ സർക്കാരിന്റെ U-ടേൺ. പുതിയ കേസുകൾ എടുക്കേണ്ട എന്ന് നിർദ്ദേശം. G. സുധാകരന്റെ ഒരു പോസ്റ്ററുണ്ട്, കക്കും പാലോചിക്കണമായിരുന്നു.